കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇമ്മാനുവൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനകളിലും ഉപവാസ പ്രാർത്ഥനകളിലുമൊക്കെ എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിക്കുവാനും ഓർക്കുവാനും അവരുടെ ഓരോ ആവശ്യങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കൃപയാൽ ദൈവം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങളെയും അവസരങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം 40-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യമാണ്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. കർത്താവിൽ പ്രിയരെ, നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ച് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ ചിന്തിച്ചത് കുഴിയിൽ വീണുപോയതായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ കുറിച്ചാണ്. ദാവീദ് 40-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതായ കാര്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. കുഴിഞ്ഞ ചേറ്റിൽ ഞാൻ ആയിരിക്കുന്നു, എന്നെ വിടുവിക്കുവാൻ വേഗം വരണമേ എന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ ജോസഫിനെ കുറിച്ച് ചിന്തിച്ചു. ജോസഫും ഇവിടെ ദാവീദ് ഒരു രാജാവായി താൻ കുഴിയിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചു. വീഴ്ചയാണ് അവിടെ കാണിക്കുന്നത്. ജോസഫ് തന്റെ സഹോദരന്മാരാൽ നിന്ദിക്കപ്പെടുകയും വെറുക്കപ്പെടുകയും തന്നെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ് പിന്നെ തന്നെ വിറ്റ് വിലവെ വാങ്ങി അത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സഹോദരന്മാരെ നമ്മൾ കണ്ടു. ഇന്ന് പകൽക്കാലം മറ്റൊരു വേദഭാഗം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വേദഭാഗത്ത് നമുക്ക് കാണാൻ ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദാനിയേല് അനുഗ്രഹീതനായിരിക്കുന്ന ഒരു ജോലിക്കാരനായിരുന്നു. പ്രവാസ ജീവിതം, ബാബേലിലെ ജീവിതം, തൻ്റെ കഴിവും പ്രാപ്തിയും പ്രാർത്ഥനയും ജീവിത ശരീരങ്ങളും ഒക്കെ ആയിട്ട് താൻ ദൈവമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തി മുന്നോട്ട് പോയതുകൊണ്ട് രാജാവ് തന്നെ ശ്രേഷ്ഠനായി കാണുകയും തന്നെ ഉന്നതമായിരിക്കുന്ന ജോലിയുടെ പദവിയിൽ തന്നെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ തനിക്കൊരു പ്രമോഷൻ വാഗ്ദാനം ചെയ്തു. ആ പ്രമോഷൻ തനിക്ക് ലഭിക്കപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 2 പേർ തൻ്റെതായിരിക്കുന്ന ഉയർച്ചയെ കണ്ടിട്ട്, തൻ്റെ സ്ഥാനമാനങ്ങളെ കണ്ടിട്ട്, തൻ്റെ പദവിയെ കണ്ടിട്ട്, തനിക്ക് ലഭിക്കപ്പെടാൻ പോകുന്ന നന്മകളെ കണ്ടിട്ട് അസൂയ ഉണ്ടായി എന്ന് നമുക്കവിടെ കാണാം. അവർ 2 പേരും അവരുടെ വീടുകളിൽ ചെന്ന് ആലോചിച്ചു, ഈ സ്ഥാനത്ത് നിന്നും എങ്ങനെ നമുക്ക് ഈ വ്യക്തിയെ മാറ്റാം. അതിനുള്ള തന്ത്രങ്ങൾ, കൂടിയാലോചനകൾ, കൂടിവരവുകൾ, രഹസ്യധാരണകൾ, രഹസ്യ ആലോചനകൾ, അങ്ങനെ പലവിധത്തിലുള്ളതായിരിക്കുന്ന പദ്ധതികളും വീട്ടിന്റെ ഉള്ളിൽ അതിശക്തമായിട്ട് ആലോചിച്ച് കടന്നു വരുമ്പോൾ ദാനിയേലോ പതിവ് പോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം വരുത്തിയിരുന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഒരു മുടക്കം താൻ കൽപ്പിച്ചിരുന്നില്ല. കാരണം എല്ലാ ദിവസവും താൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്കവിടെ കാണാം. ദൈവമായിട്ടുള്ളതായ ഒരു ബന്ധം, ദൈവമായിട്ടുള്ളതായിട്ടുള്ള തീരുമാനം, ദൈവമായിട്ടുള്ളതായിരിക്കുന്ന സമർപ്പണം, അത് ശക്തമായി തന്നെ നിലയുറപ്പിച്ചു. അതിൽ നിന്നും മാറ്റുവാൻ കഴിയാതെ, അതിൽ നിന്നും പിന്മാറുവാൻ കഴിയാത്ത വിധത്തിലുള്ള തീരുമാനത്തിൽ തന്നെ ആയിരുന്നു ദാനിയേൽ. ഈ 2 ചെറുപ്പക്കാർ അവർ ആലോചിച്ചു. രാജാവിന്റെ അടുക്കൽ ചെന്ന് ചില തന്ത്രപരമായ ആലോചനകളിലൂടെ തന്നെ വീഴ്ത്തുവാൻ തക്കവണ്ണം ചില തീരുമാനങ്ങൾ എടുപ്പിച്ച് അങ്ങനെയുള്ളവരെ അതേ സിംഹക്കുഴിയിൽ ഇടണമെന്നുള്ള കൽപ്പനകൾ അവിടെ കൊണ്ടുവന്നു.
ആ കൽപ്പന രാജ്യത്ത് എല്ലായിടത്തും വായിച്ചു കേൾക്കുമ്പോൾ ദാനിയേലോ തന്റെ ദൈവത്തോട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിച്ചു. ഒരു കാരണവും തനിക്കെതിരെ പറയുവാനായിട്ടില്ല, ഒരു കാരണം ചൂണ്ടിക്കാണിക്കാനില്ല, ഒരാരോപണം എടുത്തു പറയാനില്ല, ഒരാരോപണ വിധേയനായ എന്ന് പറയാനായിട്ട് കഴിയാത്ത വിധത്തിൽ താൻ എല്ലായിടത്തും വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. തന്റെ നടപ്പിലും തന്റെ ജീവിതത്തിലും തന്റെ ജോലിയിലും ഒക്കെ കൃതാർത്ഥനായിരുന്നു. ഊനമില്ലാത്ത ഉത്കൃഷ്ട മനസ്സനായി നല്ല വാക്കുകൾ ഉപയോഗിക്കുന്ന, ബുദ്ധിപരമായിട്ട് നീങ്ങുന്ന, വിവേകത്തോടെ നീങ്ങുന്ന, പരിജ്ഞാനത്തിൽ നിൽക്കുന്ന, എല്ലാ കാര്യങ്ങളും വിവേചിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദാനിയേൽ മാറിയപ്പോൾ രാജാവിന് തന്നോട് പ്രിയം കൂടുവാനിടയായി തീർന്നു. തന്റെ കഴിവുകൾ അത് രാജ്യത്ത് പ്രയോജനപ്പെട്ടു, തന്റെ ബുദ്ധി ആ രാജ്യത്ത് പ്രയോജനപ്പെട്ടു, തൻ്റെതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക്, ഭരണത്തിന് അത് വേണ്ടതായിരിക്കുന്ന പ്രയോജനം ലഭിക്കപ്പെട്ടു. ഓരോ വ്യക്തികളെയും ദൈവം അതാത് സ്ഥാനത്ത് ആക്കുമ്പോൾ ആ സ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് പ്രയോജനമുള്ളവരായി മാറണം. ജോലി എന്ന സ്ഥാപനമാകട്ടെ, ഏതു മേഖലയിലാണെങ്കിലും അത് അവർക്ക് പ്രയോജനമുണ്ടാകണം. ജോലിയാണെങ്കിൽ അവിടെ വിശ്വസ്തയോടെ ആ ജോലിയിൽ അത് അനുഗ്രഹമായി മാറണം. തന്നെ ഏത് വിധത്തിലും നശിപ്പിക്കുവാൻ രാജാവിനോട് ആലോചിച്ച് തീരുമാനിച്ച് മുദ്രവെച്ച് വിളംബരം ചെയ്തപ്പോൾ താൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ചെറുപ്പക്കാർ രാജാവിൻ്റെ അനുവാദത്തോടുകൂടെ എല്ലായിടത്തും വിളംബരം ചെയ്തിട്ട് ദാനിയേൽ എന്ത് ചെയ്യുന്നു എന്നറിയുവാൻ വേണ്ടി ദാനിയേൽ പാർക്കുന്ന വീട്ടിൽ വന്നു. അപ്പോൾ യെരുശലേമിലേക്കുള്ള വാതിൽ തുറന്നിട്ട് താൻ പതിവ് പോലെ പ്രാർത്ഥിക്കുകയാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപുരുഷനെ കാണാം, ഒരു ഭക്തനെ നമുക്കവിടെ കാണാം. തനക്കെതിരെ രേഖ എഴുതട്ടെ, കൂടിയാലോചിക്കുന്നവരുണ്ട്, അവരുടെ നടുവിലാണ് നിൽക്കുന്നത്. നിന്നെ തകർക്കുന്നവരുടെ നടുവിലാണ് നിൽക്കുന്നത്. ഏത് വിധത്തിലും നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ അതേ പദ്ധതിയുമായിട്ട് ചുറ്റിത്തിരിയുന്നവരുടെ നടുവിലാണ് നിൽക്കുന്നത്. ഒരു ദൈവത്തിന്റെ പൈതൽ ഭയപ്പെടുന്നില്ല, കാരണം ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. കാരണം എൻ്റെ മനസ്സിന് ധൈര്യമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. എനിക്ക് ഓരോ ദിവസവും പോകാനുള്ള ശക്തി തന്നുകൊണ്ടിരിക്കുകയാണ്. തൽസ്ഥാനത്ത് നിന്ന് നീക്കിക്കളയാൻ അവർ പദ്ധതിയിട്ടപ്പോൾ പതിവ് പോലെ താൻ പ്രാർത്ഥിച്ചു. പല വിധത്തിലുള്ള ആരോപണങ്ങൾ, ജോലി, നടപ്പിൽ, ഇരിപ്പിൽ, പ്രവൃത്തിയിൽ, വസ്ത്രത്തിൽ, യാത്രകളിൽ ഒക്കെ ആരോപണങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കെതിരെ പോരാട്ടമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ കൂടെ നിൽക്കുന്നവരുണ്ട്. അവരൊറ്റക്കാരായി മാറും, അവർ കൂടിയാലോചിക്കുന്നവരായി മാറും, ഏതു വിധത്തിലും സ്ഥാനത്തു നിന്നും തള്ളിക്കളയാൻ നോക്കുന്നവരായി മാറും. ഏതു നേരത്തും നിങ്ങളുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളെയും മരവിപ്പിച്ചു കളയുന്ന വിധത്തിൽ ഓരോ ചിന്തകളെ കൊണ്ടുവന്ന് നമ്മെ ഇല്ലായ്മപ്പെടുത്തുവാൻ നോക്കുന്നവരുണ്ട്. ഇത് കേട്ട് ഭയപ്പെടുന്നവരാകരുത് വിശ്വാസി. ഉറച്ചു നിൽക്കണം, ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. യോശുവയോട് പറഞ്ഞ് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ നേരെ തന്നെ പോകാം, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഉള്ളംകാലി ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് തരും. വാഗ്ദത്തങ്ങളാണ്. ദാനിയേലിനെതിരെ അവർ നോക്കിയപ്പോൾ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ശത്രുവ് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. നീ പ്രാർത്ഥിക്കുന്നതെ കാണും. നിന്റെ പക്ഷത്ത് ദൈവ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ദാനിയേലിനെ പോലെ നമുക്കൊന്ന് ഉറച്ചു നിൽക്കാം, പ്രാർത്ഥിക്കാം. എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം, അടുത്ത എപ്പിസോഡിൽ ബാക്കി ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാഗ്രഹിക്കുകയാണ്. സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള വാത്സല്യ സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെ, നിങ്ങളൊക്കെ ഓരോ ജോലി മേഖലയിൽ
ബിസിനസ്സിൽ, യാത്രകളിൽ, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ജീവിക്കുന്നവരാണ്. നമ്മോടൊപ്പം നിൽക്കുന്നവര് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മളൊപ്പം ഇരുന്നവർ നമ്മൾ വിചാരിച്ചവരല്ല. ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവർ നമ്മൾ വിചാരിച്ചവരല്ല. അവിടെ എല്ലാം ഉള്ളിൽ തകർത്ത് കളയുന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഉയർച്ച, നമുക്ക് ലഭിക്കപ്പെടുന്ന നന്മകൾ ഏത് വിധത്തിലും ഇല്ലായ്മപ്പെടുത്തുവാൻ എഴുന്നേൽക്കുന്ന ചില ശക്തികളും വ്യക്തികളും, അവരെ തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു എങ്കിൽ ദൈവമേ എൻ്റെ കണ്ണ് തുറക്കണമേ. എലീശ തൻ്റെ ശിഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇവൻ കാണത്തക്കവണ്ണം കണ്ണ് തുറക്കണമേ. അതെ, നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥ ചെയ്യാം. നമ്മുടെ ജോലിക്ക് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി, സകല പ്രവർത്തനങ്ങൾക്കും പ്രയത്നത്തിനു വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം ശക്തീകരിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സുക്രിസ്ത പിതാവേ, കേൾക്കപ്പെട്ട വചനത്തിനായി രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. ജന്മദിനവും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വടക്കേ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, യൂറോപ്പിൽ ജോലി ചെയ്യുന്നവരുണ്ട്, USA പ്രിയപ്പെട്ട ആൾക്കാരുണ്ട്, കുടുംബമായി താമസിക്കുന്ന, പട്ടണത്തിന് കടന്നുപോയ കുഞ്ഞുങ്ങളുണ്ട്, ബിസിനസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഈ ദിവസങ്ങളിലായിട്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദാനിയേലിനെതിരെ കൂടെ ഇരുന്നവർ, കൂടെ നിന്നവർ പോലും ആരോപണങ്ങൾ, രഹസ്യമായി തന്ത്രങ്ങൾ മെനഞ്ഞ് തകർക്കാൻ നോക്കിയതുപോലെ ഓരോ വ്യക്തികളെയും തകർക്കാൻ നോക്കുന്നവരുണ്ട്. അവരുടെ നടുവിൽ അവിടുത്തെ ചിറകിൻ്റെ മറവിൽ മറച്ച് ഓരോ മക്കളെയും കാത്തുകൊള്ളണമേ. ആപത്തിൽ നിന്നും, അപകടത്തിൽ നിന്നും, അനർത്ഥം വിടിവിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും കരുതുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതായി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.